ഇന്ന് നമുക്ക് ചിക്കൻ കറിയുടെ അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുത്താലോ. ഇതിന് തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എളുപ്പം റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ടേക്ക് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായ ശേഷം അതിലോട്ടേക്ക് 3 സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ടേക്ക് 2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ടേക്ക് നമുക്കിനി ആവശ്യം ഇതിലേക്ക് വേണ്ട പൊടികളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേവിക്കുന്ന സമയത്തുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അതും മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ മുഴുവനായിട്ട് ഇതിലോട്ടേക്ക് ഇടുന്നില്ല. ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് തന്നെ ആവശ്യത്തിന് തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് തന്നെ വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എല്ലാം വഴറ്റി കൊടുത്ത് ചേർത്താൽ മാത്രം മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ അരച്ച് വെച്ചത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതായത് നമ്മൾ ചേർത്ത പൊടികളുണ്ടാക്കണോ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. എല്ലാം നന്നായിട്ട് വന്ന ശേഷം ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അതിനോട്ടേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് പുട്ടിനും ചപ്പാത്തിക്കും പൊറാട്ടക്കും അതുപോലെ പത്തിരിക്കും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ.